ചില ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ പുറത്ത് വളരെ ഭവ്യതയോടെ, വളരെ തന്മയത്വത്തോടുകൂടി ചിരിച്ചുകൊണ്ട് എല്ലാ ആളുകളെയും മയക്കിക്കൊണ്ട് സംസാരിക്കും. അപ്പോൾ നമുക്ക് തോന്നും അവർ നല്ല ആളുകളാണെന്നറിയാം. അല്ലേ? നമ്മുടെ മനസ്സിൽ അവരെക്കുറിച്ച് നല്ല ഒരു ചിന്തയാണ് ഉണ്ടാവുന്നത്. പക്ഷേ അവർക്ക് അറിയാം, അവരുടെ ഉള്ളിൽ അവർക്ക് അവരുടേതായ ഒരു സ്വഭാവമുണ്ട്. അവരെന്താണ്, അവർ വളരെ മോശമായിട്ടുള്ള ആളുകളായിരിക്കാം. പക്ഷേ അവർ പുറത്ത് കാണിക്കുന്നത് ഇങ്ങനെയാണ്. അങ്ങനെ അഭിനയിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത് ഇതാണ്, അങ്ങനെ അഭിനയിക്കുന്ന ആളുകൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡബിൾ ഫേസ് കാണിക്കുന്ന ആളുകൾ മനസ്സിലാക്കുക, അവരവരെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അഭിനയിച്ചുകൊണ്ട് പറ്റിക്കുന്നുണ്ട്. അല്ലേ? അവരുടെ സ്വത്വം എന്താണെന്നുള്ളത് അവർക്കറിയാം. ആ സ്വത്വത്തെ അല്ല അവർ പുറത്ത് കാണിക്കുന്നത്. മറ്റ് ചില വ്യക്തികൾ എന്തായിരിക്കും, അവർ വളരെ പരുക്കനായിട്ടുള്ള സ്വഭാവമായിരിക്കും, അവരെ പരുക്കനായിട്ട് തന്നെ കാണിക്കുന്നു. അപ്പോൾ ശരിക്ക് നമ്മൾ എന്താണ് നമ്മുടെ ഉള്ളിലുള്ളത്, അതാണ് പുറത്ത് കാണിക്കേണ്ടത്. അപ്പോൾ ഈ അഭിനയിക്കുന്ന ആളുകൾക്ക് എന്താണ്, അവരെ പലരും തിരിച്ചറിയുന്നുണ്ട്. നമ്മൾ കരുതുന്നത് ആരും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അവർ തിരിച്ചറിയുന്നുണ്ട്. തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ഒരു കോൺസിക്വൻസസ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണ്, അവർ ഓൾറെഡി ചെയ്യുന്നത് അവർ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരെ മറിച്ച് നേരെ പോ എന്നുള്ള രീതിയിൽ അത് തുറന്ന് കാണിക്കുന്ന ഒരാളെ സംബന്ധിച്ച്, അപ്പം ദേഷ്യമാണെങ്കിൽ ദേഷ്യം കാണിക്കുന്നു, സ്നേഹമാണെങ്കിൽ സ്നേഹം കാണിക്കുന്നു, ഭവ്യതയാണെങ്കിൽ ഭവ്യത തന്നെ കാണിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ എന്താണോ ഉള്ളിലുള്ള വികാരം ആ രീതിയിൽ പുറത്ത് കാണിക്കുന്ന ആളുകളുണ്ട്. അതും തിരിച്ചറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് അതേപോലെ പ്രകടിപ്പിക്കുക. എന്താണ് നമ്മുടെ ആ ഒരു സന്ദർഭത്തിൽ നമുക്കത് തീരെ അത് കാണിക്കാൻ പറ്റില്ലെങ്കിൽ കാണിക്കാൻ പറ്റില്ല. അത് നമ്മളുടെ ഭാവിയൊക്കെ നോക്കിയിട്ട് ചെയ്താൽ മതി. പക്ഷേ പൊതുവേ നമ്മളൊരു 90% എന്തായിരിക്കണം, നമ്മുടെ ഉള്ളിൽ എന്ത് ഒരു ചിന്തയാണുള്ളത് അത് തന്നെ നമ്മൾ പുറത്ത് കാണിക്കണം എന്നുള്ളതാണ്. അങ്ങനെ കാണിച്ചാൽ മാത്രമേ നമ്മൾ നമ്മളെ പറ്റിക്കാതിരിക്കുന്നുള്ളൂ. മറ്റേ നമ്മളെന്താണ്, നമ്മുടെ ഉള്ളിൽ വളരെ ദേഷ്യമുണ്ട്, നമ്മുടെ ബോസിനോട് നമുക്ക് വളരെ ദേഷ്യമുണ്ട്. പക്ഷെ നമ്മൾ പുറത്ത് ചിരിച്ച് കാണിച്ചിട്ട് ഇങ്ങനെ ഉള്ളിലിങ്ങനെ അയാളെങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ അതൊരു ശരിയായ രീതിയല്ല. ദേഷ്യം വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തന്നെ അത് നമ്മൾ തുറന്ന് പറയേണ്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു 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 90%ഓളം നമ്മളെ എന്ത് ചെയ്യണം, നമ്മളോട് തന്നെ നമ്മൾ നീതി പുലർത്തണം. അങ്ങനെ നീതി പുലർത്തിയാൽ മാത്രമേ നമുക്ക് ആ ഒരു വ്യക്തിത്വം മറ്റുള്ളവരുടെ മനസ്സിലുണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ ഈ ഒരു അഭിനയിക്കുന്ന ഒരാളായിട്ട് ഒരു 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 കോമാളിയായിട്ടോ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പിന്നെ അവൻ്റെ ആ ചിരിയേ ഉള്ളൂ, അവൻ ആൾ ശരിയല്ല എന്ന് നമുക്കറിയാം, ആ രീതിയിലൊക്കെ അവർ നമ്മളെ വിലയിരുത്തുന്നതാണ്. നേരെ മറിച്ച് നമ്മൾ ജെന്യുവനായിട്ട് ഒരു ദേഷ്യം കാണിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞതുപോലെ നമ്മൾ നല്ല പെരുമാറ്റവും കാണിക്കുന്നുണ്ട് എങ്കിൽ അവർക്കറിയാം, അവർ മനസ്സിലാക്കും ഇവർ സത്യത്തിൽ നല്ല വ്യക്തിയാണ്, പക്ഷേ ആ ദേഷ്യം വരുന്ന സമയത്ത് അത് കാണിക്കുന്നു, അത്രയേ ഉള്ളൂ എന്നുള്ള രീതിയിൽ നമ്മളെ അനലൈസ് ചെയ്യും. അപ്പോൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ആളുകളെയും എന്ത് ചെയ്യുന്നുണ്ട്, വാച്ച് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഈ അധികം ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആളുകൾക്ക് മനസ്സിലാകുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.